Dear learners, dear friends, Almighty God may bless you. ഇന്ന് നമ്മൾ നമ്മുടെ 23ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കും. We want a practical way. In our practical life, we have to speak English. That is why in the last classes I have told you the concerned words. Our friends, they would like to work in different supermarkets, sections of the supermarkets in Gulf. That is why when they work, a person works or stands in a supermarket, first of all he has to understand the different things in that supermarket. What do we say for them in English? Then they can communicate with their customers. Communicate ചെയ്യണമെങ്കിൽ എന്താണ്? First of all, they have to know the names of the things in this shop, their price, each and everything. Without knowing the name in English, they cannot. English is an international language. അന്താരാഷ്ട്ര ഭാഷയാണ്. The different customers come there and they ask the things. That's why now we are in a fish and meat market, the section of the supermarket. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മത്സ്യങ്ങൾക്ക് എന്താണ് പറയുക, അതേപോലെ തന്നെ മാംസത്തിന് എന്താണ് പറയുക എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ വേണം. അപ്പം മാക്കറൽ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന അയല എന്ന് പറയുന്ന മത്സ്യത്തിനാണ് മാക്കറൽ എന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് അയില എന്ന് പറയും സാധാരണക്കാർ, അയല എന്ന് പറയും, മാക്കറൽ. അപ്പം MACKEREL മാക്കറൽ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കും. അതേപോലെ സാർഡൈൻ, ലോകത്ത് മുഴുവനും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള മത്സ്യമാണ് മത്തി, ചാള, മത്തി എന്നെല്ലാം നമ്മൾ മലയാളികൾ പറഞ്ഞ സാർഡൈൻ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ മറ്റൊരു മത്സ്യമാണ് പോംബ് ഫിഷ്. ഇത് സാധാരണ നമുക്ക് അറിവുള്ള ആളുകൾക്ക് പോലും അറിയാത്ത കുറേ ടെക്നിക്കൽ വേർഡ്സാണ്. പക്ഷേ ടു യൂസ് ഇംഗ്ലീഷ് വി ഹാവ് ടു ലേൺ ഓൾ ദീസ് വേർഡ്സ്. പോംബ് ഫിഷ്, ആഗോലി നമ്മൾ പഠിക്കണം. അതേപോലെ കാറ്റ് ഫിഷ്, ഏട്ട, അത് നമ്മൾ പഠിക്കണം. ഷാർക്ക് എന്ന് പറഞ്ഞാൽ സ്രാവ് എന്നാണ്. ഇൻ ഗൾഫ് മാർക്കറ്റ് ഈച്ച് ആൻഡ് എവരിവെയർ we get all these fishes. Scaper, we have to know. ചെമ്പല്ലി ഏറ്റവും നല്ല മത്സ്യമാണ് ചെമ്പല്ലി. അതുപോലെ ലിത്താർഡ് ഫിഷ്, കോരയെക്കുറിച്ച് ലിത്താർഡ് ഫിഷ് എന്നാണ് കോരൊക്കെ പറയാമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പേൾ സ്പോട്ട്, കരിമീൻ. റിബൺ ഫിഷ്, തളമീൻ എന്ന് നമ്മൾ പറയുന്ന തളയൻ, റിബൺ ഫിഷ്. അതുപോലെ സോൾസ്, മാന്ത, സോൾസ്, മാന്ത നമ്മൾ പഠിക്കും. സിൽവർ ബെറ്റി, മുള്ളൻ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സിൽവർ ബെറ്റി, മുള്ളൻ എന്നുള്ള പഠിക്കും. അതേപോലെ സിയർ ഫിഷ്, അയക്കൂറ നമ്മൾ പഠിക്കണം. അതേപോലെ ബീഫ്, മാട്ടിറച്ചിക്കാണ് നമ്മൾ എന്താ പറയുന്നത് ബീഫ് എന്ന് പറയുന്നത്. മട്ടൻ എന്ന് പറഞ്ഞാൽ ആട്ടിറച്ചിക്കാണ് നമ്മൾ MUTTON മട്ടൺ എന്ന്. അതേപോലെ ചിക്കൻ എന്ന് പറഞ്ഞാൽ കോഴിയിറച്ചിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഓരോ സെക്ഷൻ, ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് goods in a fish and meat market. We have to study all these words. Dear learners, 3 person go to UAE. They have to work in the different sections of the supermarket. There is a section of stationery there.
when he works there, a person works there, he has to understand the correct words concerned related with the stationery section of the supermarket. അത് മനസ്സിലാക്കണം. അപ്പം എന്തെല്ലാം ഉണ്ടാവും അവിടെ, വാട്ട് ആർ ദെയർ ഇൻ എ സ്റ്റേഷനറി ഓഫ് ദ സൂപ്പർ മാർക്കറ്റ്. ഈ വാക്കുകൾ നമ്മളെ കയ്യിൽ അതിൻ്റെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, വേർഡ്സ് നമ്മളെ കയ്യിലുണ്ടായിരിക്കുക, അർത്ഥം നമ്മളെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അവിടെ ജോലി ചെയ്യാനോ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കും. അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മലയാള വാക്കുകൾ പോലെ തന്നെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. അതേപോലെ ലിസണിങ്ങും സ്പീക്കിംഗ് റൈറ്റിങ്ങിനൊക്കെ കഴിയുന്നത്. ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കസ്റ്റമർ വന്നിട്ട് ഇത് പറയുന്ന സമയത്ത് ഇന്ന സാധനമാണെന്ന് മനസ്സിലാക്കാൻ we have to identify the thing and we have to select the thing from the shelves of the shop. അത് കഴിയണമെങ്കിൽ എന്താണ് മനസ്സിലാക്കണം, എന്താണെന്ന് അയാളോട് സംസാരിക്കാൻ കഴിയണം, സ്പീക്കിങ്ങിന് കഴിയണം. പിന്നെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ റൈറ്റിങ്ങിന് കഴിയണം. ആ ലിസ്റ്റ് വായിക്കണമെങ്കിൽ റീഡിങ്ങിന് കഴിയണം. ദാറ്റ് ഈസ് ദ പ്രാക്ടിക്കൽ സെക്ഷൻ ഇൻ എ സൂപ്പർ മാർക്കറ്റ്. നോക്കുക, ബ്ലാക്ക് ഇങ്ക്, കറുത്ത മഷി, ബെഞ്ച് എസ് ആൻഡ് ഡെസ്ക്, ഇത് വേണ്ടി വരും, ഡെസ്കൊക്കെ വേണ്ടി വരും. അതേപോലെ ബ്ലൂ ഇങ്ക്, നീലമഷി വേണ്ടി വരും. ബ്ലാങ്ക് പേപ്പർ, സാധാരണ കുട്ടികളൊക്കെ ചോദിക്കുന്നതാണ് ബ്ലാങ്ക് പേപ്പർ ഇംഗ്ലീഷ്. ബ്ലോട്ടിംഗ് പേപ്പർ, അത് വേണ്ടി വരും. കൗണ്ടർ ഫോയിൽ, ഈ രസീത് വേണ്ടി വരും ആളുകൾക്ക് ബില്ല് എഴുതാനൊക്കെ. കോർക്ക് വേണം. കാർഡ് വേണം. ക്രയോൺ എന്ന് പറഞ്ഞാൽ ചോക്കാണ്, ചോക്ക്. ടീച്ചേഴ്സൊക്കെ എഴുതുന്ന ചോക്കിനാണ് ക്രയോൺ എന്ന് പറയുന്നത്. കോപ്പിംഗ് പ്രസ് ആണ്. ഫോട്ടോസ്റ്റാറ്റ്, ക്ലിപ്പ് വേണ്ടി. നോട്ട്ബുക്ക്, കാർബൺ പേപ്പർ, പെൻസിൽ ആൻഡ് പെൻ, ഡിക്ഷണറി, ഇതൊക്കെ ഇതിൻ്റെ മലയാളം നമുക്കറിയാം. ഡ്രോയിങ് പെൻ, വരക്കുന്ന പേനാണ്. ഡെയിലി പേപ്പർ, ന്യൂസ് പേപ്പർ വേണ്ടി വരും. അതേപോലെ ഡിവൈഡർ വേണ്ടി വരും. ഇൻസ്റ്റമം ബോക്സ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇൻ എ ഇൻസ്റ്റമം ബോക്സ് ഷുഡ് ബി ദെയർ. ഈസി ചെയർ വേണം, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വരുന്നത്. അതുപോലെ എൻവലപ്പ്, കവറ് വേണ്ടി. വേറെ കവേഴ്സ്. ഗം, ഇതിന് പശ. ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പശ എന്നാണ്, അത് നമ്മൾ പഠിക്കണം. ഗ്ലൂ, അതും പശയാണ്. ഹോൾഡർ, ഈ പിടി വേണം. എറേസർ വേണം, ടു എറേസ് സംതിങ് ഫ്രം ദ പേപ്പർ. ഇങ്ക് ബോട്ടിൽ, മഷിക്കുപ്പി വേണ്ടി. പാഡ് വേണ്ടി, പാഡ്. ഇൻവിറ്റേഷൻ കാർഡ് വേണ്ടി, ക്ഷണക്കത്ത് വേണ്ടി. ആളുകൾ ചോദിക്കും, പീപ്പിൾ വിൽ വാണ്ട്. മാഗസിൻസ്, ഡിഫറെൻറ്റ് മാഗസിൻസ്, ഈ മന്ത്ലി ഒക്കെ ആയിട്ട് വേണ്ടി വരും. ന്യൂസ് പേപ്പർ വേണ്ടി. നിബ് വേണ്ടി വരും. ഓഫീസ് ട്രേ വേണ്ടി വരും, ഓഫീസ് സാധനങ്ങളൊക്കെ ഇടാം. പിന്ന് വേണ്ടി വരും. പിൻ കുഷൻ, പിന്നെ ഇടാനുള്ള സാധനമാണ്. പഞ്ച് വേണ്ടി വരും. രജിസ്റ്റർ വേണ്ടി വരും, പട്ടിക. വൈറ്റ്നർ വേണ്ടി വരും, വെളുപ്പിക്കാനുള്ള സാധനം. ബോക്സ്, ഇൻസ്റ്റമം ബോക്സ് പോലുള്ള സാധനങ്ങൾ. റബ്ബർ സ്റ്റാമ്പ്. റൂളർ വേണ്ടി വരും, വരക്കാനുള്ള സാധനം. റെസിപ്റ്റ് ബുക്ക് വേണ്ടി വരും. അതുപോലെ ടാപ്പ് വേണ്ടി. ടാഗ്, ഇത് കെട്ടാനുള്ള കയറ് വേണ്ടി. ട്രേസിങ് പേപ്പർ. ടേബിൾ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഉള്ള മേശ വേണ്ടി വരും. ബാസ്ക്കറ്റ്, കൊട്ട വേണ്ടി വരും. റൈറ്റിംഗ് പാഡ് വേണ്ടി. വീക്കിലി വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻ ഡേ ടു ഡേ ലൈഫ് വി യൂസ് ഓൾ ദീസ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ബട്ട് ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ് we had to specially prepare these things and we have to use in sentences. That is spoken English, that is written English, that is reading English. Okay, എല്ലാവരും ശ്രദ്ധിക്കും. The customer, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ സ്റ്റേഷനറി ഷോപ്പിൽ while
While Arun Das is working in a stationery shop, a customer comes there. There is a conversation, communication between them. എൻ്റെ ഒരു മോഡലാണ് ശരിക്കും. അരുൺ ദാസ് അറ്റ് സ്റ്റേഷനറി ഷോപ്പ്. അരുൺ ദാസ്, ഗുഡ് മോർണിംഗ്. കാൻ ഐ ഹെൽപ്പ് യു? എന്താ വേണ്ടത്? കസ്റ്റമർ, കാൻ ഐ ഹാവ് എ ബോട്ടൽ ഓഫ് ഇങ്ക്? എനിക്കൊരു ബോട്ടൽ മഷി തരുമോ? അരുൺ ദാസ്, വിച്ച് കളർ, ബ്ലൂ ഓർ ബ്ലാക്ക്? ഏത് കളറാണ് വേണ്ടത്? കസ്റ്റമർ, ബ്ലാക്ക്. ഹൗ മച്ച് ഇസ് ഇറ്റ്? ഹൗ മച്ച് ഇസ് ഇറ്റ് എന്താണ് അതിൻ്റെ വില? വില എന്താണ്? അരുൺ ദാസ്, ഇറ്റ് ഈസ് 5 ദിർഹം. 5 ദിർഹമാണ്. എനിത്തിങ് എൽസ്? മറ്റെന്തെങ്കിലും സാധനങ്ങൾ വേണോ? എനിത്തിങ് എൽസ്? കസ്റ്റമർ, എ ക്വയർ ഓഫ് പേപ്പർ. ഒരു പായ പേപ്പർ വേണം. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? അതിൻ്റെ വില എന്താണ്? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? അതിൻ്റെ വില എന്താണ്? അരുൺ ദാസ്, ഇറ്റ് ഈസ് 4 ദിർഹം. വാട്ട് എൽസ് ഡു യു വാണ്ട്? വേറെ എന്താണ് വേണ്ടത്? വാട്ട് എൽസ് ഡു യു വാണ്ട്? വേറെ എന്താണ് വേണ്ടത്? എ പാക്കറ്റ് ഓഫ് സ്കെച്ച് പെൻ പ്ലീസ്. ഒരു പാക്കറ്റ് സ്കെച്ച് പെന്ന് വേണം എന്ന് പറഞ്ഞു. അരുൺ ദാസ്, എ പാക്കറ്റ് ഓഫ് സ്കെച്ച് പെൻ. കസ്റ്റമർ, ഹൗ മച്ച് ഷാൾ ഐ പേ ഇൻ ഓൾ? മുഴുവനായിട്ട് ഞാൻ എത്ര ക്യാഷാണ് നിങ്ങൾക്ക് തരേണ്ടത്? അരുൺ ദാസ്, 29 ദിർഹം. 29 ദിർഹം. കസ്റ്റമർ, ഹിയർ യു ആർ. ഇതാ പൈസ. അപ്പം എന്താണ്? താങ്ക്സ്. കസ്റ്റമർ, താങ്ക്സ്, വെൽക്കം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണോ? ഇത്തരം സംഭാഷണങ്ങൾ, സാധനങ്ങളുടെ പേരുകൾ, അവർ നമ്മളുടെ കോൺവെർസേഷനുകൾ. ഈ കോൺവെർസേഷനൊക്കെ നമ്മൾ കുറേ ബൈ ഹാർട്ടാക്കി പഠിക്കുക. പിന്നെ അതിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ഭാവിയിൽ അത് ഉപയോഗിച്ചും പഠിക്കുക. ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് 23 വരെയുള്ള എപ്പിസോഡുകൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുത്ത് നോട്ട് ഉപയോഗിച്ചത് കൃത്യമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു അസ് ഇംഗ്ലീഷ് ഈസ് വെരി ഈസിയസ്റ്റ് ലാംഗ്വേജ്. വിഷ് ഓൾ ദ സക്സസ്. സർവശക്തനായ ഈശ്വരൻ നമ്മളതിനെ അനുഗ്രഹിക്കട്ടെ.